നമസ്കാരം. ഈ ക്ലാസിന്റെ ഒരു റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് പരിപാടികൾ അവതരിപ്പിക്കാൻ പോകും. അവസാനം ഞാൻ വളരെ സന്തോഷത്തോട് പോയിട്ട് അവിടെ മോടി രക്ഷപ്പെടാനാണ് പതിവ്. പറഞ്ഞെന്താ വെച്ചെങ്കിൽ പരിപാടി ഇതൊരു ട്രെയിനർ വളരെ പ്രിപ്പയർ ചെയ്ത് പോകണം എന്നുള്ളത്. എനിക്കാണെങ്കിൽ കുറച്ച് കോൺഫിഡൻസ് കൂടിയിട്ട് ചിലവരൊക്കെ പോയിട്ട് വളരെ നാണം കെട്ടിട്ട് പോരാറുണ്ട്. പിന്നെ ഞാനിതൊരു ആൾക്കാരെ ഉദ്ബോധിച്ചിട്ടാണ് പരിപാടിക്ക് കൊണ്ടുപോകാറ്. ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ മാനസികമായിട്ടും ഇമോഷണലൊക്കെ ആയിട്ടും ഭീഷണിപ്പെടുത്തി പരിപാടിക്ക് കൊണ്ടുപോയിട്ട് ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു കാറ്റഗറി പ്രിപ്പയർ ചെയ്തിട്ടല്ല ഞാൻ പോണത്. അപ്പൊ ഞാൻ ഒരു സിനിമയൊക്കെ ചെയ്ത സമയത്തും പിന്നെ എന്റെ ഡിസബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിയിട്ട് അവർക്ക് എന്തോ അധികമായ ഗുണമുണ്ടെന്ന് തോന്നല് പൊതുജനങ്ങൾക്ക് ഉണ്ട്. അപ്പൊ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെക്കാൾ കഠിനമായ കഷ്ടപ്പാടിലാണ് ജീവിക്കണം എന്നുള്ളതാണ് സത്യം. പക്ഷെ സമൂഹത്തിന്റെ മുന്നില് ഒരാളെ നമ്മളൊരു പോലീസുകാരനെ കാണുമ്പോൾ ഉണ്ടാവുന്നത്, പോലീസുകാരനോട് കാണുമ്പോൾ ആളുകൾക്ക് സാധാരണ പൊതുജനങ്ങൾ സിനിമയിലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ പോലീസിന് നായകനൊന്നും തരുന്നില്ല. അപ്പൊ ആൾക്കാർ കൈയടിക്കും. കാരണം നമ്മളെക്കാൾ അധികാരമുള്ള ഒരാളെ കാണുമ്പോൾ ഈ സൈക്കോളജിക്കൽ പരമായിട്ട് അയാള് എപ്പോഴും വീഴണമെന്നാണ് ഒരു വ്യക്തികൾ ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങളെക്കാൾ ശാരീരികപരമായിട്ട് കുറച്ച് പരാതിയുള്ള ആളെ കാണുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഒരു സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വന്നത് അതിൽ നിന്നുണ്ടാവുന്ന ഒരു വികാരമാണ് പലപ്പോഴും ഭിന്നശേഷിക്കാരോട് ആളുകൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതൊന്നല്ല. അതായത് നമ്മൾ ഓരോ പ്രോഗ്രാമിന് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഓവർ കോൺഫിഡൻസിലൊക്കെ പോയിട്ട് വളരെ നാണം കെട്ടിട്ട് പോകുന്നുണ്ട് പലവട്ടം. ഞാൻ പിന്നെ ട്രെയിനിങ് പഠിക്കാനായിട്ട് ഒരു ശ്രമമാണ്. ഞാനിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി പരിപാടി എന്നെ സംബന്ധിച്ച് ഗുണകരമായിട്ടുണ്ട്. ഇവിടെ ട്രെയിനിങ് ഒന്നും പഠിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പഠിപ്പിച്ചില്ല എന്നല്ല, ട്രെയിനിങ് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. അതിനുള്ള വഴി ഒരുക്കുക എന്നതാണ് സീഡ് ചെയ്യുന്നത്. സീഡിനോടുള്ള എനിക്കൊരു താല്പര്യം എന്താണെന്ന് പറഞ്ഞാല് വളരെ പൈസ കൂടുതൽ വാങ്ങി വലിയ രീതിയിൽ നടത്തുന്ന പ്രോഗ്രാമുകളും സീഡ് വളരെ സാധാരണക്കാരനും സാമ്പത്തികപരമായിട്ട് ഉന്നമനം ഇല്ലാത്തൊരു വ്യക്തിയെ സാംസ്കാരികപരമായിട്ടും വൈജ്ഞാനികമായിട്ടും ഉയർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും കുറെ ഫ്യൂഡോ അല്ലെങ്കിൽ തട്ടിപ്പുകളുടെ ഇടയിൽ ഒരു വെളിച്ചമായിട്ട് സീഡ് നിൽക്കുന്നു. എന്തായാലും സീഡിന്റെ പരിപാടിയിൽ ഞാൻ ഒരു ഹിപ്നോട്ടിസം കോഴ്സ് ഞാൻ